അസ്തമിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു തണുത്ത സായാഹ്നം. ലെനിൻഗ്രാഡിന്റെ പ്രാന്തപ്രദേശത്തെ മഞ്ഞു വീണ തെരുവിലൂടെ അവൻ നടന്നു നീങ്ങി. ഇരുളിന്റെ നിഴലിൽ മറഞ്ഞ ആ കൊച്ചു വീട്ടിലേക്ക് അവൻ കാലുവെക്കുമ്പോൾ ഉള്ളിൽ ഒരു നീറ്റൽ മാത്രമാണ്. വയറൊട്ടി വിശപ്പിന്റെ തീവ്രതയിൽ ആ മുഖം കൂടുതൽ വിളറി വെളുത്തിരിക്കുന്നു. അവന്റെ പേര് വോവ അഥവാ വ്ളാഡിമിർ പുടിൻ. ദാരിദ്ര്യം മാത്രം കൂട്ടായിരുന്ന ഒരു ബാല്യം. തണുത്തുറഞ്ഞ നഗരത്തിലെ ആ വീട്ടിൽ അവനും അവന്റെ അമ്മയും അച്ഛനും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വന്ന ബാല്യകാലം. ലോകമറിയുന്ന വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരിയിലേക്ക് അവൻ വളർന്നു വന്ന വഴി കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ആ കഥയാണ് ഇന്ന് പറയുന്നത്. ആ കഥയിലെ നായകന്റെ പേര് വ്ളാഡിമിർ പുടിൻ എന്നാണ്. ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധ നേടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. തന്റെ രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരി എന്ന രീതിയിലാണ് പുടിൻ ശ്രദ്ധേയനാകുന്നത്. പുടിന്റെ ഭരണശൈലിയുടെ പ്രധാന സവിശേഷത അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃത്വമാണ്. മുൻ KGB ഏജന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഈ ശൈലിക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു. 2000-ലാണ് ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വ്ളാഡിമിർ പുടിൻ എത്തിയത്. റഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും വിദേശ നയത്തിലും അദ്ദേഹം തന്റേതായ മുദ്ര പതിപ്പിച്ചു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ദുർബലമായിരുന്ന റഷ്യൻ സമ്പദ് വ്യവസ്ഥയെയും സൈനിക ശക്തിയെയും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പുടിന്റെ വിദേശ നയം പലപ്പോഴും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുടെ നയങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. ഉക്രൈൻ, സിറിയ, ജോർജിയ എന്നിവിടങ്ങളിലെ റഷ്യൻ ഇടപെടലുകൾ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും റഷ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പുടിന്റെ ദൃഢനിശ്ചയമാണ് പലരും ഇത് നോക്കിക്കണ്ടത്. റഷ്യൻ ജനതയ്ക്കിടയിൽ പുടിന് വലിയ ജനപിന്തുണയുണ്ട്. രാജ്യത്തിന്റെ അഭിമാനം തിരികെ കൊണ്ടുവന്ന നേതാവായിട്ടാണ് ഭൂരിഭാഗം റഷ്യക്കാരും അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. ശക്തനായ ഒരു ഭരണാധികാരിയെ ആഗ്രഹിക്കുന്ന ജനതയുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് സത്യം. ചുരുക്കത്തിൽ വ്ളാഡിമിർ പുടിൻ ഒരു സാധാരണ ഭരണാധികാരിയല്ല. അദ്ദേഹം തന്റെ രാജ്യത്തെ പുനർനിർമ്മിക്കുകയും ലോകരാഷ്ട്രീയത്തിൽ റഷ്യയുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭരണരീതിയും തീരുമാനങ്ങളും ലോകരാജ്യങ്ങൾക്ക് പലപ്പോഴും വെല്ലുവിളിയായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ രാഷ്ട്രീയം ഇപ്പോഴും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് തുടരുകയാണ്. എങ്ങനെയാണ് ഇത്രത്തോളം മികച്ച നേതൃപടവം പുടിന് വന്നത് എന്നതല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ കരുത്തനായ ഭരണാധികാരിയായി മാറിയത്? അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അത് വിലയിരുത്തേണ്ടത്. ആധുനിക റഷ്യയുടെ ചരിത്രത്തിൽ വ്ളാഡിമിർ പുടിനോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഭരണാധികാരി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം പലപ്പോഴും കൗതുകമുണർത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലമാണ് ഈ ശക്തിയുടെ പ്രധാന കാരണം. 1952 ഒക്ടോബർ 7-ന് സോവിയറ്റ് യൂണിയനിലെ ലെനിൻഗ്രാഡിൽ, അതായത് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഒരു തൊഴിലാളി കുടുംബത്തിൽ വ്ളാഡിമിർ പുടിൻ ജനിച്ചത്. ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം. കൗമാരത്തിൽ തന്നെ പുടിൻ കായിക ഇനങ്ങളിൽ, പ്രത്യേകിച്ച് ജൂഡോയിൽ വലിയ താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു. ജൂഡോ പരിശീലനം അദ്ദേഹത്തിന് അച്ചടക്കവും സ്ഥിരനിശ്ചയവും തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനുള്ള കഴിവും നൽകി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഈ ഗുണങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങി. 1975-ൽ ലെനിൻഗ്രാഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം പുടിൻ സോവിയറ്റ് യൂണിയന്റെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയായ KGBയിൽ ചേർന്നു. കിഴക്കൻ ജർമ്മനിയിൽ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച ഈ കാലഘട്ടം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. ശീതയുദ്ധത്തിന്റെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും അതിസങ്കീർണമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും ഈ പരിശീലനം അദ്ദേഹത്തെ സഹായിച്ചു. KGBയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അധികാരത്തിന്റെ ഘടനയെയും വിവരങ്ങളുടെ പ്രാധാന്യത്തെയും ഭീഷണി നേരിടേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പുടിൻ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചു. തന്റെ പഴയ സഹപ്രവർത്തകനായിരുന്ന അനാറ്റോളി സ്റ്റോക്ബാക്കിന്റെ കീഴിൽ സെന്റ് പീറ്റേഴ്സ് മേയറുടെ ഓഫീസിൽ പ്രവർത്തിച്ചു. അവിടെ നിന്ന് അദ്ദേഹം മോസ്കോയിലേക്ക് മാറി. ബോറിസ് യെൽസിൻ ഭരണകൂടത്തിൽ പ്രധാന പദവികൾ വഹിച്ചു. ഈ കാലഘട്ടത്തിൽ രാജ്യത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ നേരിട്ടത് അദ്ദേഹത്തിന്റെ ഭരണപരിചയം വർദ്ധിപ്പിച്ചു. 1999-ൽ ബോറിസ് യെൽസിൻ പ്രസിഡന്റ് പദം ഒഴിഞ്ഞപ്പോൾ വ്ളാഡിമിർ പുടിനെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ചു. 2000-ലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി. അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയും സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്ന
ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ റഷ്യയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാനും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും പുടിൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് സ്വീകരിച്ചത്. ചെച്നിയയിലെ സൈനിക നടപടികളും പിന്നീട് ജോർജിയയിലും ഉക്രൈനിലും ഉണ്ടായ റഷ്യൻ ഇടപെടലുകളും ഈ നിലപാടിന്റെ പ്രതിഫലനമാണ്. പുടിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് അദ്ദേഹം നേടിയ അച്ചടക്കമാണ്. KGBയും ജൂഡോ പരിശീലനവും അദ്ദേഹത്തിന് നൽകിയത് വലിയ അച്ചടക്കമാണ്. ഇത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ കൂടുതൽ കൃത്യതയുള്ളതാക്കി. സോവിയറ്റ് യൂണിയന്റെ തകർച്ച കണ്ടു വളർന്ന പുടിൻ രാജ്യത്തിന്റെ പ്രതിരോധത്തെയും പരമാധികാരത്തെയും ഏറ്റവും വലിയ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ജൂഡോയിലെ തന്ത്രങ്ങൾ പോലെ രാഷ്ട്രീയത്തിലും തന്റെ എതിരാളികളെ പ്രതിരോധിക്കാൻ പുടിൻ തന്ത്രപരമായ നീക്കങ്ങൾ ഇപ്പോഴും നടത്തിവരുന്നു. എതിർപ്പുകളെ പ്രതിരോധിക്കാൻ സ്വന്തം ശക്തി ഉപയോഗിക്കാനുള്ള ഈ കഴിവ് അദ്ദേഹത്തിന് KGB പരിശീലനത്തിൽ നിന്നും ലഭിച്ചതാണ്. വ്ളാഡിമിർ പുടിന്റെ ബാല്യവും KGBയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും റഷ്യയുടെ തകർച്ചയും സാക്ഷ്യം വഹിച്ച ജീവിതം അദ്ദേഹത്തെ ഒരു കരുത്തനായ നേതാവായി വാർത്തെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ഉരുക്കു മനുഷ്യനായി ഇന്നും അറിയപ്പെടുന്നത്. പുടിൻ അധികാരത്തിലെത്തിയത് സോവിയറ്റ് റഷ്യയുടെ പ്രതാപം പൂർണ്ണമായും നഷ്ടമായ റഷ്യയുടെ നേതാവായിട്ടാണ്. അമേരിക്കയും സഖ്യകക്ഷികളും അപ്പോഴേക്കും പഴയ സോവിയറ്റ് യൂണിയനിലെ പല രാജ്യങ്ങളെയും തന്റെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ അവസരത്തിലാണ് പുടിൻ അധികാരത്തിലേക്ക് എത്തുന്നത്. റഷ്യയുടെ സുരക്ഷയും നാറ്റോയുടെ വ്യാപനവും അദ്ദേഹത്തിന്റെ പ്രധാന വെല്ലുവിളികളായി മാറി. റഷ്യയുടെ സ്ഥാനം ഉറപ്പിക്കാൻ പല സംഘർഷങ്ങളുടെയും ഭാഗപാത്രമാകേണ്ടി വന്നത് അങ്ങനെയാണ്. 1991 സോവിയറ്റ് യൂണിയൻ ശിഥിലമായപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ റഷ്യയുടെ സ്ഥാനം ദുർബലമായി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. സാമ്പത്തികമായും സൈനികപരമായും ദുർബലമായ ഒരു രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് വ്ളാഡിമിർ പുടിൻ നേരിട്ടത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ്. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ അദ്ദേഹം സ്വീകരിച്ച തന്ത്രങ്ങളും അതിലൂടെ റഷ്യയുടെ സ്ഥാനം ഉറപ്പിച്ചതും ശ്രദ്ധേയവും. പുടിന് നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് നാറ്റോയുടെ കിഴക്കൻ വ്യാപനം തന്നെയാണ്. നാറ്റോ സൈനിക സഖ്യം കിഴക്കൻ യൂറോപ്പിലേക്കും പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിലേക്കും കടന്നുവന്നത് റഷ്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിട്ട് പുടിൻ കണ്ടു. പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, ബാൾട്ടിക് രാജ്യങ്ങളായ എസ്തോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങൾ നാറ്റോയിൽ ചേർന്നത് റഷ്യയെ സംബന്ധിച്ച് ഒരു സുരക്ഷാ പ്രശ്നമായിരുന്നു. റഷ്യയുടെ അതിർത്തികളിലേക്ക് നാറ്റോ സൈന്യം അടുക്കുന്നതിനെ പുടിൻ ശക്തമായി എതിർക്കുകയും ഇത് പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒരു പുതിയ ശീതയുദ്ധത്തിന് വഴിവെക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയും പുടിന് ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. ചെച്നിയയിലെ വിഘടനവാദ ഗ്രൂപ്പുകൾ റഷ്യൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ കലാപം നടത്തിയിരുന്നു. ബോറിസ് യെൽസിൻ ഭരണകാലത്ത് പരാജയപ്പെട്ട ഈ പ്രശ്നം പുടിൻ അധികാരമേറ്റി ഉടൻ തന്നെ നേരിടാൻ തീരുമാനിച്ചു. തീവ്രവാദത്തെ അടിച്ചമർത്തുന്നതിനായി അദ്ദേഹം ചെച്നിയയിൽ സൈനിക നടപടികൾ ശക്തമാക്കി. ഈ നടപടികൾ റഷ്യയ്ക്കുള്ളിൽ പുടിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുവെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നു. 2008 ജോർജിയൻ യുദ്ധം പുടിന്റെ ഭരണത്തിലെ മറ്റൊരു നിർണായക സംഭവമായിരുന്നു. ജോർജിയയിലെ വിമത പ്രദേശങ്ങളായ അബ്ഖാസിയ, സൗത്ത് ഒസേഷ്യ എന്നിവിടങ്ങളിൽ റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതായി പുടിൻ സൈനികമായി ഇടപെട്ടു. പാശ്ചാത്യ അനുകൂല നിലപാടുള്ള ജോർജിയൻ സർക്കാരിനെതിരെ റഷ്യ നടത്തിയ ഈ നീക്കം തങ്ങളുടെ അതിർത്തികളിൽ പാശ്ചാത്യ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് അനുവദിക്കില്ല എന്ന പുടിന്റെ നിലപാടിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. പുടിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഉക്രൈൻ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഉക്രൈൻ നാറ്റോയിൽ ചേരാനുള്ള സാധ്യത റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പുടിൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. 2014 റഷ്യ ഉക്രൈനിലെ ക്രിമിയ പിടിച്ചെടുക്കുകയും ഡോൺബാസ് മേഖലയിലെ വിമത ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു. ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. 2022 റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് പുടിന്റെ ഏറ്റവും ധീരവും അതേസമയം ഏറ്റവും വിമർശിക്കപ്പെട്ടതുമായ നീക്കമായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ തന്നെ പുടിനെ ലോകം കണ്ട ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായി മാറ്റിയെടുത്തു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം തകർന്നടിഞ്ഞ റഷ്യയുടെ പ്രതാപം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. നാറ്റോയുടെ വ്യാപനവും റഷ്യയുടെ സുരക്ഷാ വെല്ലുവിളികളും ആഭ്യന്തര കലാപങ്ങളും അദ്ദേഹത്തിന് പോരാട്ട വീര്യം നൽകി. റഷ്യയെ ഒരു ലോകശക്തിയായി നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു നേതാവാണ് താനെന്ന് ഈ അനുഭവങ്ങളിലൂടെ പുടിൻ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പുടിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഒപ്പം പുടിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.